നമസ്കാരം. അനാവശ്യ ഇമെയിലുകൾ കാരണം നിങ്ങൾ കഷ്ടപ്പെടാറുണ്ടോ? കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇമെയിൽ നോക്കുമ്പോൾ ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ടാവും. അതിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്തതുമായിരിക്കും. എങ്ങനെ ഇത്തരം മെയിലുകൾ നമുക്ക് ഒഴിവാക്കാം? എളുപ്പത്തിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഗൂഗിൾ. ജിമെയിലിൻ്റെ മൊബൈൽ വെബ് പതിപ്പുകളിലാണ് ഇതിനുള്ള സേവനം ലഭ്യമാവുക. ഗൂഗിൾ വർക്ക് സ്പേസ് അപ്ഡേറ്റ് വഴിയാണ് പുതിയ മാറ്റങ്ങളെക്കുറിച്ച് കമ്പനി അറിയിച്ചത്. അനാവശ്യ ഇമെയിലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് പല ഉപഭോക്താക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഉപയോക്താക്കളെ സുരക്ഷിതരാക്കാൻ സഹായിക്കുന്നതിനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചതെന്നും കമ്പനി അറിയിച്ചു. വെബിലും മൊബൈലിലും ജിമെയിലിലെ അനാവശ്യ ഇമെയിലുകളിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുന്നതിന് പുതിയ വഴികൾ അവതരിപ്പിക്കുകയാണ് കമ്പനി. വെബിലെ ത്രെഡ് ലിസ്റ്റിലെ ഹോവർ പ്രവർത്തനങ്ങളിലേക്ക് അൺസബ്സ്ക്രൈബ് ബട്ടൺ നീക്കുകയാണെന്ന് കമ്പനി അറിയിച്ചു. അൺസബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മെയിലിംഗ് വിലാസത്തിൽ നിന്ന് ഉപയോക്താവിൻ്റെ വിലാസം നീക്കം ചെയ്യുന്നതിനായി ജിമെയിൽ അയച്ചയാൾക്ക് ഒരു HTTP അഭ്യർത്ഥന അല്ലെങ്കിൽ ഇമെയിൽ ലഭിക്കും. ഉപയോക്താവിൻ്റെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഉപകരണങ്ങളിൽ അൺസബ്സ്ക്രൈബ് ബട്ടണും ചേർക്കും. ഈ വരുന്ന ഫെബ്രുവരിയോടെ ഒറ്റ ക്ലിക്ക് അൺസബ്സ്ക്രൈബ് ലിങ്ക് നടപ്പിലാക്കാൻ ബൾക്കായി ഇമെയിൽ അയക്കുന്നവരോട് ഗൂഗിൾ ആവശ്യപ്പെടും. ഏകദേശം 5000 ഇമെയിൽ വരെ അയക്കുന്നവരോടാണ് ഗൂഗിൾ ആവശ്യപ്പെടാൻ പോകുന്നത്. സ്പാം റിപ്പോർട്ട് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിങ്ങനെ 2 ഓപ്ഷനുകളാണ് നിലവിലുള്ളത്. നേരത്തെ മറ്റൊരു മാറ്റവും ഗൂഗിൾ അവതരിപ്പിച്ചിരുന്നു. അതായത് ജിമെയിലിൻ്റെ പരിഷ്കരിച്ച നയങ്ങൾ അനുസരിച്ച് പ്രവർത്തനരഹിതമായ ഗൂഗിൾ അക്കൗണ്ടുകൾ നീക്കം ചെയ്തു തുടങ്ങിയത് മാസങ്ങൾക്ക് മുമ്പാണ്. 2 വർഷത്തിലധികം ലോഗിൻ ചെയ്യാത്തതോ ഉപയോഗിക്കാത്തതോ ആയ അക്കൗണ്ടുകളും അതിലെ പൂർണ്ണ വിവരങ്ങളും നീക്കം ചെയ്യാനായിരുന്നു ഗൂഗിളിൻ്റെ തീരുമാനം.